ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം എവിടെയെങ്കിലും കാണാൻ പോകണമെന്ന് കരുതിയിരുന്നു. അപ്പോൾ അന്വേഷിച്ചപ്പം ഫോറം മാളാണ് അടുത്തുള്ളതെന്ന് പറഞ്ഞു. പക്ഷെ നല്ല ദൂരം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് കണ്ടുപിടിക്കാനും കുറച്ച് ബുദ്ധിമുട്ടി. കാരണം ഇംഗ്ലീഷ് റൈറ്റിങ്സിനേക്കാളും കൂടുതൽ കന്നഡ റൈറ്റിങ്സ് ആയിരുന്നു കേട്ടോ. ആളിൻ്റെ ഉള്ളിലെ ഫുഡ് കോർട്ടിൽ നിന്ന് ഞങ്ങൾ വേഫിൾസും പിന്നെ അതേപോലെ തന്നെ കുറച്ച് സ്നാക്സൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കധികം ഇഷ്ടമായില്ല. അവൾക്കാണ് കുറച്ചുകൂടെ ഇങ്ങനത്തെ ഫുഡ് ഇഷ്ടം. ഇത് ഈ കയ്യിലിരിക്കുന്ന സാധനം ഉണ്ടല്ലോ, അതിന് ഒരുമാതിരി ഉപ്പും മധുരവും കൂടെ ചേർന്നിട്ടൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടുത്തെ കുറേ ഗെയിംസ് ആൻഡ് ആക്ടിവിറ്റീസ് ആ ഒരു സെക്ഷനിലേക്ക് പോയി. ഇവിടെ കൂടുതലും കുട്ടികളെ ഉദ്ദേശിച്ചിട്ടുള്ള ഗെയിംസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഈ മാള് വരുന്നത് കോർമംഗലയാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് നെക്സ്റ്റ് വേറൊരു ഷോപ്പിലേക്ക് പോയി, മിന്നിസോ എന്ന് പറഞ്ഞിട്ട്. അവിടെ നല്ല ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് കിട്ടും. അവിടുന്ന് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. പിന്നെ ഇത് കണ്ടില്ലേ, എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് ഞാൻ കയ്യിലെടുത്ത് പിടിച്ചിരിക്കുന്നതാണ്. പിന്നെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ മഴ പെയ്യോ നല്ല പേടി ഉണ്ടായിരുന്നു. പിന്നെ ഫിൽറ്ററൊക്കെ ഇട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞിട്ട് അവൾ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നീട് ഞങ്ങൾ സെൻറ്റ് ആൻ്റണീസിൻ്റെ ഒരു ചർച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ കയറി പ്രാർത്ഥിച്ചു. എവിടെ പോയാലും ഇങ്ങനെ ഒരു ചർച്ച് കാണുകയാണെങ്കിൽ ഞാൻ കയറി പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, പള്ളിക്കുള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല മനസ്സമാധാനം കിട്ടാറുണ്ട്. ഇത് പുറത്തിറങ്ങിയപ്പോൾ സെൻറ്റ് ആൻ്റണീസിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഗാർഡൻ പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ട് അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ മടിവാള വന്ന് അവിടുത്തെ സ്ട്രീറ്റിലൊക്കെ ഒന്ന് ഇറങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. തിരിച്ചെത്തിയിട്ട് അമ്മ വന്ന് തൊട്ട് ചക്കവറുത്തൊക്കെ കഴിക്കുകയാണ് കേട്ടോ.